ഇന്ന് രാത്രിയിൽ ഇവിടെ വരുവാനും ഈ കൂടിവരവിൽ സംബന്ധിപ്പാനിടയായ വിഷയം പ്രിയ സഹോദരൻ മനോജ് ഓർപ്പിച്ചു. ഞങ്ങള് ചില ദീർഘദിവസങ്ങളായിട്ട് ഉപവാസവും പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഉപവസിക്കാത്ത ചിലരുണ്ട്, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഭക്ഷണം അവർക്ക് പാഴ്സൽ മേടിക്കാനായിട്ട് ആ കടയിൽ കയറിയത്. അപ്പോഴാണ് ഈ പറഞ്ഞ സംഭവം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവമല്ല, ഒത്തിരി സംഭവമുണ്ട്. ദൈവത്തിന് മഹത്വം. അതാ ഇങ്ങനെ പിന്നീട് ആ ബന്ധം അങ്ങനെ തുടരണം എന്നുള്ള ചിന്തയിലും അല്ല. ദൈവത്തിന് മഹത്വം. എന്നാൽ അദ്ദേഹം വീണ്ടും വിളിച്ചു, വരാമെന്ന് പറഞ്ഞു. ദൈവം അതിന് മുഖാന്തരം ഒരുക്കി. ഇന്ന് ഞാൻ സഭയിലെ പ്രസംഗിച്ചപ്പം പറഞ്ഞു, ഈ നമ്മളെ എല്ലാവരും ഈ ഭൗതികമായ സമ്പത്താ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും അതിനാ. തെറ്റാന്നൊന്നും പറയുന്നില്ല. വീട് വെക്കണം, വണ്ടി മേടിക്കണം, ജോലി കിട്ടണം, വിദേശത്ത് പോകണം, അത് ഞാൻ എതിരല്ല. ദേശത്ത് ദൈവം ഉയർത്തണം, മാനിക്കണം, ഇങ്ങനെയൊക്കെ നമ്മുടെ പെന്തിക്കോസുകാരുടെ ചില ഭാഷാപ്രയോഗമുണ്ട്. എതിരൊന്നുമല്ല, നല്ല കാര്യമാണ്. എന്നാൽ ദൈവം നമ്മളെ സമ്പന്നരാകണം. ഒന്ന്, ദൈവവിഷയമായിട്ട് സമ്പന്നരാകണം. ലൂക്കോസ് 12:21 അതാ വായിക്കുന്നത്. ദൈവവിഷയമായി. അത് പലയിടത്തും കാണുന്നില്ല. പെന്തിക്കോസി വന്നപ്പോൾ 2 പാട്ട് അറിയാം. 30 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ ആ 2 പാട്ട് കൃത്യമായിട്ട് അറിയത്തുമില്ല. പാടുമ്പോൾ തെറ്റു, ഉടനെ മറുഭാഷയും പറയും. വന്ന കാലത്തും പ്രാർത്ഥിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോഴും പിന്നെ പ്രാർത്ഥനയുടെ ശക്തി ചിലപ്പോൾ കുറഞ്ഞതേ ഉള്ളൂ, കൂടിയിട്ടില്ല ചിലർക്ക്. ശല്യ പറയാറുണ്ട്, ഭാഷ ഞാൻ ഇറങ്ങിയ കാലത്തൊക്കെ എനിക്ക് ഇഷ്ടംപോലെ വാക്യം, 119 സങ്കീർത്തനം ഞാൻ കാണാതെ പറഞ്ഞതാ. ഇപ്പൊ അതിന്റെ ഒരു 8 വാക്യം പോലും, 8 വാക്യം വെച്ചാന്നല്ല, അതുപോലും അറിയത്തില്ല. ഉള്ളതൂടെ പോയി പരുവക്കെ ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ ചിലത് പരുവക്കേടായെന്ന്. കുറ്റമല്ല. എന്നാൽ ഞാനും നിങ്ങളും ഇവിടെ ഭൗതിക സമ്പത്തിൽ ഔന്നത്യം പ്രാപിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവവിഷയമായി സമ്പന്നരാകണം. വിശ്വാസത്തിൽ വന്നപ്പോ 5 വാക്യം അറിയാം, ഇപ്പൊ 15 വാക്യം. അതാ ദൈവം ഇഷ്ടപ്പെടുന്നേ. വിശ്വാസത്തിൽ വന്നപ്പം പക്ഷേ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഇപ്പോൾ പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം, അതൊക്കെയാ ദൈവത്തിന് ഇഷ്ടം. പക്ഷെ നമ്മള് തൃപ്തിപ്പെടുന്നത്, പക്ഷേ വിശ്വാസത്തിൽ വന്നപ്പം ഒരു ഓലപ്പുര പോലും ഇല്ലായിരുന്നു, ഇപ്പൊ 2 നില വീട് പണിയുവാൻ ദൈവം കൃപ ചെയ്തു. നല്ല കാര്യം. പക്ഷേ ദൈവത്തിന് അതൊരു വലിയ സന്തോഷമൊന്നുമല്ല. ദൈവവിഷയമായി നാം സമ്പന്നരാകുന്നതാണ് ദൈവത്തിനും സന്തോഷം. യാക്കോബ് 2:5 വായിക്കുന്നത്, വിശ്വാസത്തിൽ സമ്പന്നരാകണം. ഉള്ള വിശ്വാസം കൂടെ പോയി. അതെ, ഉദാഹരണം, നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പം മരുന്നെടുക്കുകയില്ലായിരുന്നു. ഇപ്പം നമ്മൾ ആശുപത്രിയിൽ നിന്ന് എന്ത് ചെയ്താ ഇറങ്ങുന്നില്ല. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയും, കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ആശുപത്രി കിട്ടിയ നല്ലതാ. കാരണം എല്ലാവർക്കും ദീനമാണ്. മനസ്സിലായോ? അപ്പോൾ ആരംഭ സമയത്ത് വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു. നാം വിശ്വാസത്തിൽ സമ്പന്നരാകുന്നതാ ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ ദൈവവിഷയമായി സമ്പന്നരാകണം, വിശ്വാസത്തിൽ സമ്പന്നരാകണം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6:18 വായിക്കുന്നത്, സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. ദൈവത്തിന് ഇഷ്ടമായതല്ല. സൽപ്രവർത്തികളിൽ കൈയറത്ത ഉപ്പ് തേക്കാത്ത ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. കുഞ്ഞുങ്ങൾക്ക് പോലും ഗുണം ചെയ്യാത്ത ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവത്തിന് വലിയ പ്രിയമൊന്നുമില്ല. സ്തോത്രം.
സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. ദൈവം അതിനെല്ലാവർക്കും കൃപ നൽകട്ടെ. ഞാൻ ദീർഘമാക്കുന്നില്ല. ഇവിടെ ഈ സഭയുടെ ശുശ്രൂഷകൻ അഭിഷിക്തദാസൻ ഓർപ്പിച്ച പോലെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് യോഗം നിർത്തും. അടുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുള്ളത്. സോറി, പെട്ടെന്ന് അങ്ങോട്ട്. ദൈവദാസനെയും ദൈവം സഹായിക്കട്ടെ. ഇങ്ങനൊരു കൂട്ടായ്മ ലഭിച്ചതിൽ സന്തോഷം. ഇത് കുമ്പളന്താന IPC ഈ സഭയുടെ എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ഈ പ്രാർത്ഥന നമുക്കും ദൂരത്തിരുന്ന് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും അനുഗ്രഹമാകട്ടെ. ദൈവ വചനത്തിൽ നിന്ന് വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഈ രാത്രിയിൽ ചിന്തിക്കണം. അതിനടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു വാക്യശകലമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ഒന്നുകൂടെ വായിക്കാം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഉറപ്പിച്ചാ പറഞ്ഞേക്കുന്ന, പറ്റുകയില്ല. ഈ വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാണ്. പ്രാർത്ഥിക്കുമ്പോൾ പലരും ഉരുവിട്ട് പ്രാർത്ഥിക്കും. ഈ വാക്യം നല്ലതുപോലെ ഉരുവിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചിലര് ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മറുഭാഷയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലര് ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കൊടച്ചിലും 2 ആട്ടും അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞേച്ച് ഈ പ്രാർത്ഥിച്ച ആൾക്കാർ ചെല്ലി പറയുന്നതും കണ്ടിട്ടുണ്ട്. പാസ്റ്റർ, ഞങ്ങൾ രക്ഷപ്പെടാത്തത് അവര് ഞങ്ങൾക്കെതിരെ ചെയ്തതാ. അപ്പൊ ഈ കുടഞ്ഞതിന് യാതൊരു അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ തിരുവചനം ഓർപ്പിക്കുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരമുണ്ട്, ക്ഷുദ്രമുണ്ട്, മന്ത്രവാദമുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ദിവസവും കേട്ടും കണ്ടുപിടിക്കുക. അതിന്റെ എഫക്റ്റ് എന്തും വേണ്ടുണ്ടെന്നുള്ളത് പിന്നത്തെ വിഷയം. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ട്. എലന്തൂർ നടന്ന സംഭവം നമുക്കറിയാം, ഇല്ലയോ? ഇന്നലെയാണോ മെനിഞ്ഞാന്നോ പേപ്പർ കണ്ടു. പിന്നെയും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ പലയിടങ്ങളിൽ നടക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി വചനത്തിൽ വിശ്വസിക്കണം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. സ്തോത്രം. നീ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശ എടുത്ത് വേർപാട് പാലിച്ച് ഈ കൂട്ടായ്മയിൽ ആമേൻ നിന്നാലാവും വിധം വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയുക, ആഭിചാരം നിനക്ക് പറ്റുകയില്ല. അതുകൊണ്ട് അവര് ചെയ്തതാ, ഇവര് ചെയ്തതാ, അപ്പുറത്തുകാർ ചെയ്തതാ, അപ്പിടി ഇപ്പിടി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. സ്തോത്രം. ജീവിക്കുന്ന ദൈവവൈതലിന് ഒരാഭിചാരവും പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശദീകരിച്ച ഒരു പ്രസംഗത്തിന് ഇന്ന് മുതിരുന്നില്ല. ഇവിടെ വന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ചപ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും നിങ്ങളുടെ ആ ഇരിപ്പും ഒക്കെ കണ്ടപ്പോൾ ഒരു ആനന്ദവും, സ്തോത്രം, വളരെ സന്തോഷം തോന്നി. ഇല്ല, അവിടെ ഞാൻ വന്നപ്പം യോഗമൊന്നും ഇല്ലെന്നാ ചിന്തിച്ചത്. കാരണം ഇവിടെ ആരോ സാക്ഷി പറയുന്നത് കൊണ്ട് മൈക്കിൽ കൂടെ അല്ലായിരുന്നു. അപ്പം ഞാനതിന് യോഗം ഇല്ലേ. ഇവിടെ വന്നപ്പം എല്ലാവരും ഇവിടെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇന്ന് രാത്രി ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അത് ശരിയാ. അതിന്റെ കാരണം എന്നാ? അതിന് കാരണമുണ്ട്. ചുമ്മാ ഒന്നും കയറി പറയുകയും ചെയ്യരുത്. കാരണമുണ്ട്. വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഇതിന്റെ പശ്ചാത്തല ഭാഗമൊക്കെ അറിയാം. ഇസ്രായേൽ മക്കള് കനാനിലേക്ക് പ്രയാണം ചെയ്തു വരുന്ന സന്ദർഭത്തിൽ ഇവരെ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചു. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചെന്ന. അപ്പോൾ ഇത് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ച് പരന്നു കിടക്കുക ഇസ്രായേല്. ആ നാട്ടിലെ നാട്ടുരാജാവ് ബാരാക്ക് ഇവരുടെ പാളയവും പാർപ്പും പോക്കും വരവും ഇവരുടെ ആ രീതിയും ഒക്കെ കണ്ട് പുള്ളി പേടിച്ചു പോയി.
ദൈവമക്കളുടെ പോക്കും വരവും ചിട്ടയും നിഷ്ഠയും ഇതിന്റെ ആ ഡിസിപ്ലിനൊക്കെ കണ്ട് പേടിക്കണം ചിലര്. ഇതിപ്പോ നേരെ തിരിച്ച് നമ്മൾ പേടിക്കുക, അവരുടെ ഡിസിപ്ലിൻ കണ്ട് നമ്മൾ പേടിക്കുക, എന്നിട്ട് നമ്മൾ അഭിപ്രായം പറയാ എന്ത് കൃത്യമായിട്ട് അവർ ആ കാര്യമല്ല ചെയ്യുന്നത്. നമ്മളെ കണ്ട് ഭയപ്പെടണം. കാരണം ഇസ്രായേൽ പ്രളയം അടിച്ചത് കണ്ടപ്പോൾ മോവാബ് രാജാവ് പേടിച്ചെന്നാ. നിങ്ങളെ ചടിചടാന്ന് വാക്യം വായിക്കാമോ ആരെങ്കിലും? എന്നാ 22 ഒന്ന് വായിച്ചു. ഇസ്രായേൽ അമോര്യർ ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനാകുന്ന ബാരാക്ക് അറിഞ്ഞു. അടുത്ത വേറൊരു മൈക്കുണ്ടോ? 2 മൈക്കുണ്ടോ? ഇല്ലല്ലേ, ഒന്നേ ഉള്ളു. ആട്ടെ, ഉള്ളതാട്ടെ, ഇത്രയിലും വലിയ കാര്യം. വായിച്ചോ. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ച് ഭയപ്പെട്ടിട്ട് പറയുന്ന 2 കാര്യമുണ്ട്. അടുത്തത് കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി, ഈ ജനം 2 കാര്യമാ പേടിക്കാൻ. 1, കാള വയലിലെ പുല്ല് നക്കും പോലെ നക്കും. 2, ഇവരൊത്തിരി ആൾക്കാരുണ്ടെന്ന്. സ്തോത്രം, ഒത്തിരി ആൾക്കാരുണ്ട്. ഈ സഭയിലെ ആൾക്കാർ ധാരാളം വരണം. ഈ നമ്മുടെ ചില സഭകളിൽ ചില ആൾക്കാർക്ക് ആരും വരരുതെന്നാ ചിന്ത. കാരണം പുതുതായിട്ട് ഒരാൾ വന്നാൽ ഇവന്റെ കസേര പോവോ, ഇവനിരിക്കുന്നിടത്ത് വേറെ ആരെങ്കിലും കയറി ഇരിക്കുമോ? കാരണം ഈ പുള്ളി വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങുകയും പ്രാർത്ഥിച്ച് നിർത്തുകയും, അത് വേറൊരാൾ വന്നാൽ അങ്ങനെയുള്ള വലിയ വിദ്വാന്മാരുണ്ട് സഭയ്ക്കകത്ത്, ഉണ്ട്. കുമ്പളത്താനത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതെന്നോട് പറയുകയും വേണ്ട. എന്നോട് പറയണ്ട, അതൊന്നും കേൾക്കാൻ വന്ന ആളുമല്ല ഞാൻ. യോഗം കഴിഞ്ഞു എന്നോടൊക്കെ പറയരുത്, പക്ഷേ ഏതെങ്കിലും പുള്ളിക്ക് കണക്കിന് കിട്ടി കേട്ടോ. വേണ്ട വേണ്ട, വിശേഷമൊന്നും എനിക്ക് കേൾക്കണ്ട. ചിലര് അങ്ങനെയുള്ളവരുണ്ട്. ഇന്നയാളെ പ്രാർത്ഥിച്ചു തുടങ്ങാവൂ, അത് പുള്ളി ഇങ്ങനെ ആസ്ഥാന പ്രാർത്ഥന പുരുഷനായിട്ടിരിക്കുക. ചിലര് ഒടുവിൽ പ്രാർത്ഥിക്കുന്നത് പുള്ളിയായിരിക്കണം. ചില സഭകളില് സാക്ഷി പറയുന്നത് ഒടുവിൽ പുള്ളിയാ. ആദ്യം പറഞ്ഞാൽ എന്നാ ഒടുവിലത്തെ സാക്ഷി. അപ്പൊ അങ്ങനെയുള്ള ചില, എല്ലാവരുടെയും കാര്യമല്ല. ചിലടത്ത് പിന്നെ പാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കല, 2 യോഗത്തിന്റെ കാര്യം പറയാൻ പുള്ളി മുന്നോട്ട് വരിക. ഇപ്പോൾ ഈ ആഴ്ചത്തെ യോഗ വിവരം പുറകുന്ന ഒരു വരവൊക്കെ ഒന്ന് കാണണം. പറയാൻ വരുന്ന എന്നാ, വെള്ളിയാഴ്ച തങ്കച്ചന്റെ വീട്ടിൽ പ്രാർത്ഥന, ശനിയാഴ്ച അന്നമാമയുടെ വീട്ടിൽ. എടാ, ഇത് പറയാൻ നീ എവിടെ നിന്ന് എഴുന്നള്ളി വരണോ? അതുകൂടെ ദൈവദാസനങ്ങ് പറഞ്ഞാൽ പോരെ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും താരിപ്പുണ്ട്, എന്നോടൊന്നും മിണ്ടരുത്, ഒന്നും പറയരുത്, ഇതൊന്നും കേൾക്കാൻ വന്ന ആളുമല്ല ഞാൻ. അപ്പൊ ഇങ്ങനെയുള്ള ചില, അതുപോലെ സഹോദരിമാരുടെ കൂട്ടത്തിൽ സാക്ഷി പറഞ്ഞു, ഒടുവിൽ കുഞ്ഞന്നാമ്മയുടെ സാക്ഷ്യമാണ്. ഞാൻ പരമാർത്ഥമായി പറയുന്നത് മിക്കയിടത്തും നടക്കുന്ന കാര്യമാണ്. ഏത് യോഗവും ഒടുവിൽ പ്രാർത്ഥിച്ച് തങ്കച്ചായനായിരിക്കും നിർത്തുന്നത്. പാപ്പച്ചൻ പ്രാർത്ഥിച്ച ബഹളവാ. അങ്ങനെയൊക്കെ ഉണ്ടെന്നേ. അപ്പൊ ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക്, എല്ലാവരും അല്ല, ചില ആൾക്കാർക്ക് പുതുതായിട്ട് ആൾക്കാർ സഭയിൽ വരുന്നത് ഇഷ്ടമല്ല. അവരതിന് ഇടംകേടുണ്ടാക്കും. എന്നാൽ ആത്മീയരാകുന്ന പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം അനേകർ രക്ഷിക്കപ്പെട്ട് കൃപയിൽ വരണം, പുതിയ കുടുംബങ്ങൾ വരണം, അനേകർ ഈ മാർഗത്തിൽ വരണം, ആത്മാക്കൾ വിടുവിക്കപ്പെടണം. അപ്പൊ ശ്രദ്ധിക്കുക, ജനം വളരെ ആയിരുന്നെന്ന 3 കുടുംബത്തെ വെച്ച് തല്ലിയും പത്തിയിരുന്ന കാര്യം നടക്കുവോ? വർഷങ്ങളായിട്ടിരിക്കുക, അക്കുത്തൊക്കെ താനെ വരുമ്പോ കല്ലേ കുത്ത്, കാര്യം കുത്ത്, ജീപ്പ് വെള്ളം, താറാം വെള്ളം, താറാമക്കടെ കയ്യിൽ ഒരു ബ്ലീം ബ്ലൂ. അതാണോ സഭ? അല്ല, പിള്ളേരുടെ കളിയാ ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴത്തെ പിള്ളേരുടെ കളിയൊന്നും ഇത്രയൊന്നും അല്ല, വേറെ കളികളാ. ഞാൻ പഴയ കളികളാ പറഞ്ഞത്. കൈ ഇങ്ങനെ വെച്ച് അക്കുത്തുക്ക്
നിങ്ങൾ ഒന്ന് കണ്ടിട്ടില്ലേ? ആ, അതല്ല സഭ. പുതിയ കുടുംബങ്ങൾ സഭയെ വരണം. അനേകർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സഭയെ വരണം. സഭയിൽ സ്നാനം നടക്കണം. സഭയിൽ വരുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. രോഗി വന്നാൽ സൗഖ്യമാകണം. ബന്ധനസ്ഥര് വന്നാൽ വിടുതൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കൾ കടന്നു വരണം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. ഐക്യമായി നിന്നു നാം വേല ചെയ്ത് ഓ ജയമെടുത്തിടാൻ ജയ വീരൻ താമസയില്ലിനി രേ അമ്മൻ ജയമെടുത്തിടാൻ. രണ്ട്, ഇവരുടെ പ്രകൃതി കേളവയലിലെ പുല്ല് നക്കുന്നത് പോലെ നക്കിക്കളയും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് നക്കാനില്ല. മറ്റു ജാതികള് പേടിച്ചു പോയി. അപ്പൊ പേടിച്ചിട്ട് ഇവര് മൂപ്പന്മാരെ വിളിച്ച് ആലോചിച്ച് എന്താ പോകാൻ വഴി. മൂപ്പന്മാര് പറഞ്ഞു ചെന്ന് കൊമ്പ് കോർക്കരുത്, അടിച്ച് തൂക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു യുദ്ധം ചെയ്താലോ? നടപടിയുള്ള കേസല്ല. അവരെ അർണങ്കടവ് മുതൽ അടിച്ചു കയറി വന്നേക്കുക. കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. സീഗോനോടും ഓഗിനോടും ഒക്കെ ചെയ്തത്. അവനോട് മര്യാദയ്ക്ക് വഴി ചോദിച്ചതാ. എന്ത് ചെയ്താൽ വഴി കൊടുക്കുകയല്ല. എന്നിട്ട് ഇവർ പറഞ്ഞ് ഞങ്ങൾ കിണറ്റിലെ വെള്ളം കുടിക്കുകയല്ല, മുന്തിരിക്ക എന്നും പറിച്ച് കഴിക്കത്തില്ല, ഒന്നും ദോഷമൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾ ആ രാജപാതയെ കൂടെ പൊക്കോളാം. ഞാൻ പറഞ്ഞ് വഴി തരികയില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്താ വഴി തരികയില്ല. അപ്പൊ ഇവര് ന്യായമായിട്ട് മര്യാദക്കൊക്കെ ചോദിച്ചു കൊടുക്കുകയല്ല. ഒരറ്റം മുതൽ അടിച്ച് തൂത്ത് കയറി. സ്തോത്രം. സീഗോനെയും ഓഗിനെയൊക്കെ ഒതുക്കി. അപ്പൊ പറഞ്ഞത് കേട്ടോന്ന് ചോദിച്ചു. അതുകൊണ്ട് അതൊന്നും വേണ്ട. അപ്പൊ പിന്നെ ചോദിച്ചു എന്താ പോംവഴി എന്നാ പോംവഴി. അപ്പൊ മൂപ്പന്മാര് ആലോചിച്ചു ഒറ്റ പോംവഴി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, പുള്ളിയെ നമുക്ക് വിളിക്കാം. അപ്പൊ ചോദിച്ചു എങ്ങനെ പുള്ളിയെ വിളിച്ച എങ്ങനെ? പുള്ളി പ്രവചിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ കുടുംബങ്ങളെ കലക്കിയിട്ടുണ്ട്. പ്രവാചകനാ പ്രവാചകിയാന്നും പറഞ്ഞ് രാവിലെ ഒരു വായുവായിട്ട് ഇറങ്ങും. എന്നാൽ ചില വീടുകളിൽ കയറി പ്രാർത്ഥിച്ച് പറയും അവരെ സൂക്ഷിക്കണം, അവർ ചെയ്തതാ, നിങ്ങൾ യാതൊരു ഇത്. അതാരാ? സ്വന്തം അനിയൻ കൊമ്പായി. മരുമകളോട് വന്ന് പറയും അമ്മായിയമ്മ ഉരുളി കമത്തിയിട്ടുണ്ട്, അത് ആ തങ്കമ്മയ്ക്ക് കൂടെ കൂടെ ക്ഷീണം ഉണ്ടോ, പൂള് വെക്കുന്നുണ്ടോ, കൊല്ലുക. സഹോദരങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. മാതാപിതാക്കളെ മക്കളെയും കൂടെ തെറ്റിക്കുന്നവരുണ്ട്. അങ്ങനെ ഒറ്റ ഒരുത്തരെ വീട്ടിൽ കയറ്റിയേക്കരുത്. ആ പ്രവചനം ആ കുന്തവാന്നും പറഞ്ഞു വന്നാൽ, ഇപ്പൊ കുന്തമെന്നൊന്നും പറയാൻ മേലാത്ത കാലമാ, കേട്ടരുത്. അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഒരു അച്ചായൻ്റെ വീട്ടിൽ വന്നു. വർത്താനം എല്ലാം പറഞ്ഞ് അച്ഛാ നമുക്ക് എന്നാ പായിട്ട് പ്രാർത്ഥിക്കാം. പുള്ളി പറഞ്ഞു പായിട്ട് പ്രാർത്ഥിക്കേണ്ടതായ വിഷയങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചേച്ച് പോകാൻ പറഞ്ഞു. ആ പായിട്ട് പ്രാർത്ഥിച്ചാലല്ലേ ഇങ്ങനെ ഒരേ.
ഇത് കലക്കത്തിന്റെ ആത്മാവല്ല, ദൈവാത്മാവ് ചിത്രിപ്പിന്റെ ആത്മാവല്ല, ഇത് സ്നേഹത്തിന്റെ ആത്മാവാ. അതുകൊണ്ട് ദൈവമക്കളോടൊരു കാര്യം പറയാം, സഹോദരങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, മാതാപിതാക്കളെ ഭിന്നിപ്പിക്കുവാൻ, മാതാപിതാക്കളും മക്കളുമായി ചിത്രിപ്പ് ഉണ്ടാക്കുവാനൊക്കെ ഇങ്ങനെയുള്ള ദുരാലോചനകളുമായിട്ട് ദുരാത്മബാധിതരായി ചിലർ വരും. അവരെ കൈക്കൊള്ളരുത്, അവരുമായിട്ട് ഇരിക്കരുത്, അവരിൽ കൂടിയുള്ളതൊന്നും കേൾക്കരുത്. നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരു വീട്ടിൽ ചെന്ന ഒരാൾ പറഞ്ഞു, അപ്പുറത്തുകാർ ചെയ്തിട്ടുണ്ട്, ഈ നടക്കല്ലേല ഇത് 4 സ്റ്റെപ്പാ, 3-ാമത്തെ സ്റ്റെപ്പിനടി ചെയ്തു വെച്ചിട്ടുണ്ട്. വീട്ടിലെ അച്ചായൻ അത്ര കൊണപ്പെട്ടതല്ല, അത് നന്നായി. ഉപദേശിച്ച് പ്രവചിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കൂന്താലിയൊക്കെ എടുത്തേച്ച് പോയാൽ മതിയെന്ന് വീട്ടിനകത്തായി. അല്ല, അങ്ങനെയുള്ളവർ വേണം വേണം വേണം. എല്ലാവരും അങ്ങ് ഗുണപ്പെട്ടാലോ? ഒരുത്തം വേണ്ടേ? പാസ്റ്റർ എടുത്തേച്ച് പോയാൽ മതിയെന്ന് 3-ാമത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കുന്നല്ലേ പറഞ്ഞേ. പാസ്റ്റർ അതിലും വലിയ മിടുകൻ. അച്ഛാ, നമ്മൾ ആത്മാവിൽ ആരാധിച്ചപ്പോൾ അത് അടിയിൽ കൂടെ പോയെന്ന്. എങ്ങനുണ്ട്? അപ്പൊ അച്ഛൻ അതിലും മിടുക്കൻ. എന്നാൽ പാസ്റ്ററും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. വൈകിട്ടും കൂടെ വിളിച്ചതാ. പഴമക്കാർ പറയുന്ന 1-2 പഴഞ്ചൊല്ലുണ്ട്. വെളുത്തതെല്ലാം പാലല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല. വേറെ പുസ്തകത്തിലെ പ്രമാണം പറയാ, ആത്മാവ് ദൈവത്തിന്റെ തന്നെയാണോ എന്ന് ശോധന ചെയ്തോണം, നന്നായിട്ട് വിവേചിച്ചോണം. ഞങ്ങളുടെ കോട്ടാലിലെ തള്ള പറമ്പിൽ അന്തും ബിന്ദും പറയാന്ന് കേട്ടോണ്ട് ചാടരുത്. അന്തും ബിന്ദും പറയാന്ന് കേട്ടോണ്ട് ചുമ്മാ ഇളകരുത്. വേറെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, നാം പ്രാപിച്ചിരിക്കുന്ന ദൈവാത്മാവ് കലക്കത്തിന്റെ ആത്മാവല്ല, ഇത് സ്നേഹത്തിന്റെ ആത്മാവാ. ഇത് ഭിന്നിപ്പിക്കുകയല്ല, യോജിപ്പിക്കുക. അങ്ങനെയാണെന്നുള്ള കർത്താവിന്റെ ശുശ്രൂഷ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിനെ നടിച്ചുവരെ. സ്തോത്രം. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാകുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാകുവാൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല, ഭയമതിലില്ല, താതൻ തൻ ഗീതത്തെ തികപ്പതിനായി. സ്വയമതിലില്ല, ഭയമതിലില്ല, താതൻ തൻ ഗീതത്തെ തികപ്പതി. അപ്പൊ ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാ, കലക്കത്തിന്റെ അല്ല. അത് ദീർഘ മുമ്പോട്ട് പോകണം. കൃത്യസമയത്ത് പ്രസംഗം തീർത്ത് നമ്മൾ 9:45 പറഞ്ഞു. 9:15 കൃത്യം ക്ലോക്ക്. അത് എല്ലാം വല്ലാതിരിക്കുന്നു. അത് കണ്ടിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. ഇത് മതി. ഞാൻ നോക്കട്ടെന്ന് എനിക്കതിനൊരു. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് സ്നേഹത്തിന്റെ ആത്മാവാ, ദൈവത്തിന്റെ ആത്മാവാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ജനം ഇങ്ങനെ ആയതുകൊണ്ട് പേടിച്ചു. ബിലയാമിനെ വിളിച്ചു. പുള്ളി പ്രാഗി കൊല്ലുമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ശുശ്രൂഷ അങ്ങനെ പ്രാഗി കൊല്ലും. അങ്ങനെയുള്ള ചില ശുശ്രൂഷകന്മാരുണ്ട്. ദശാംശം കൊടുത്തില്ലേ പ്രസംഗിക്കും. എനിക്ക് ചിലരെ അറിയാം. പ്രവചന പുസ്തകത്തിലുണ്ട്, പല്ലിന് കടിക്കാൻ കൊടുത്തില്ലെങ്കിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച് കളയുമെന്ന്. അങ്ങനെ പല്ലിന് കടിക്കാൻ കൊടുത്തില്ലെങ്കിൽ വിശുദ്ധ യുദ്ധം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാം. ദൈവമക്കളുടെ കൊടുക്കേണ്ടവൻ കൊടുക്കും, കിട്ടേണ്ടവൻ ഇരുന്നാ മതി, അവിടെ ദൈവം കൊണ്ട് തരും. ദൈവം വിശ്വസ്തനാ. ആരും പണ്ടപ്പരപ്പൊന്നും പറയണ്ട. ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ. പണ്ടൊരുത്തം വന്ന പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ദൈവം എനിക്ക് വഴി തുറന്ന് ഞാൻ ഗൾഫിൽ പോയി കഴിയുമ്പോൾ പാസ്റ്റർക്ക് ഞാൻ പാസ്റ്റർ പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ അങ്ങ് ആദ്യം വിട്ടാൽ പോരെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ പിന്നെ അതിലെല്ലാം കറങ്ങി, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് പുള്ളി പറഞ്ഞു, ആദ്യം ഞാനങ്ങ് പോട്ടെ, പുറകെ നീയും വാ. അല്ല, അതിൻ്റെ വേറൊരു അർത്ഥമാ, ദൈവം എല്ലാവരുടെയും ദൈവമല്ലേ.
നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ? നിന്നെ തലമുടി പോലും എണ്ണി വെച്ചിരിക്കുകയല്ലേ? സ്തോത്രം. ദൈവം നിന്റെ പേര് ചൊല്ലി വിളിച്ചതല്ലേ? ദൈവത്തിന്റെ ഉള്ളം കയ്യിലല്ലേ ഇരിക്കുന്നത്? അവിടുത്തെ പൂണിക്കുള്ളിൽ നിന്നെ മറച്ചു വെച്ചേക്കല്ലേ? ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം ആരും തുറക്കത്തുമില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ നിനക്ക് ദൈവം മടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കൾ നിരാശപ്പെടരുത്. ഞാൻ ദൈവമക്കളോട് പ്രാർത്ഥിച്ച് പ്രാപിച്ചോണം. മറ്റുള്ളവരോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, അതൊക്കെ ശരി. പക്ഷെ നീ പ്രാർത്ഥിച്ച് പോരാടി ജയിക്കണം. നിന്റെ വീട്ടിലെ വിഷയം നീ പ്രാർത്ഥിച്ച് ജയമെടുക്കണമെന്ന്. പ്രാർത്ഥനക്കാരെ തപ്പി നെടുക നടക്കുകയല്ല. നിന്റെ വീട്ടിലെ വിഷയം നീ തന്നെ പോരാടി പ്രാർത്ഥിച്ച് ജയമെടുക്കണം. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ശമൂവേലിന്റെ കാലത്തെല്ലാം ഫെലിസ്ത്യൻ ഒതുങ്ങിയെന്ന. നിന്റെ കാലത്ത് പലതും ഒതുങ്ങണം. ഈ കുടുംബത്തെ ദൈവം നിന്നെ കൊണ്ടുവന്നതാ, കെട്ടിച്ചോണ്ട് വന്നതാ. നിന്റെ കാലത്ത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒതുങ്ങണം. ഇതങ്ങനല്ല, അയ്യോ അവള് വന്ന അന്ന് മുതൽ പ്രശ്നം തുടങ്ങിയതാ. അങ്ങനെ പറയിപ്പിക്കരുത്. ഇങ്ങനെ ആ സ്ത്രീ, ആ സഹോദരി, ആ മാന്യ വനിത, ആ ദൈവദാസി വന്ന അന്ന് മുതൽ പ്രശ്നം ഒതുങ്ങി. പ്രശ്നമുള്ള സഭയിൽ ഒരു ശുശ്രൂഷകൻ ചെന്നാൽ പറയണം, അദ്ദേഹത്തിന്റെ കാലത്ത് ഫെലിസ്ത്യൻ ഒതുങ്ങി. നിന്റെ കാലത്ത് ചിലത് ഒതുങ്ങണം. നിന്റെ കാലത്ത് ചിലതിന് വിടുതലുണ്ടാകണം. നിന്റെ കാലത്ത് ചിലതിന് നീക്കുപോക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അത് പോരാടി പ്രാർത്ഥിച്ച് ബലപ്പെടണമെന്ന് ഞാനെപ്പോഴും പറയും. ഈ വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. നിരാശയുടെയും പരാജയത്തിന്റെയും ഒന്നും വാക്ക് പറയരുത്. അങ്ങനെ പറയുന്നവനുമായിട്ട് അധികം ചങ്ങാത്തത്തിനും പോകരുത്. മൈൻഡ് ചെയ്യരുത്. പിണങ്ങണ്ട. വിശ്വാസം പറയുന്നവരുടെ കൂടെ നിൽക്കണം. അന്യോന്യം ധൈര്യപ്പെടുത്തണം. സ്തോത്രം. അങ്ങനെയാണ് നമുക്ക് ബലപ്പെടാം. ഇത് പറയുന്നത് മുഴുവൻ അതാ അവിശ്വാസവും നിരാശയാണ്. പെന്തിക്കോസിലായിട്ട് 25 കൊല്ലവും കഴിഞ്ഞു. ഇതിനകത്ത് കയറി ഇങ്ങനെ പമ്മി ഇരിക്കുക, കുറുക്കനിരിക്കും പോലെ. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം വിശ്വാസവാക്കാ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും ചെറുക്കനും അവിടെ ചെന്ന് ആരാധന ചെയ്ച്ചു വരാന്ന് പറഞ്ഞു. അതാ വിശ്വാസത്തിന്റെ വാക്ക്. നിങ്ങൾ ഈ കഴുതയുമായിട്ട്, ഈ കഴുതേനെ ഒന്നും യാഗത്തിന് കൊണ്ടുപോയാൽ ശരിയാകുകയല്ല. അല്ലെങ്കിലും കഴുതേനെ യാഗത്തിന് കൊള്ളുകയല്ല. കഴുതയുടെക്കുള്ള പ്രമാണം പള്ളി പിടിച്ചു പിടിക്കാനാ. അതൊന്നും ഇപ്പൊ ചെയ്യണ്ട. സ്തോത്രം. പക്ഷെ ഇന്ന് ആ വാക്യം എനിക്ക്, ഞാനിവനെ പണ്ടേ ഉന്നം വെച്ചതാ, ഇവന്റെ പടലി വന്ന് അതൊന്നും വേണ്ട. വിശ്വാസത്തിന്റെ വാക്ക് പറയണമെന്ന്. പ്രൈസ് ദി ലോർഡ്. കാറ്റും മഴയൊന്നും കാണുകയല്ല, പക്ഷെ വിശ്വാസത്താൽ കുടിവെട്ടണം. ദൈവം ഉറവ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉറവ തുറക്കുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു രോഗി അടുത്ത് വന്നാണ് നമുക്ക് എന്നാ മെഡിക്കൽ കോളേജിൽ പോകാന്നല്ല പറയണ്ട, പ്രാർത്ഥിക്കാന്ന് പറയണം. യേശു സൗഖ്യമാക്കും. ഇതങ്ങനല്ലോ. ഓട്ടോ പിടിച്ചോ, നമുക്ക് മുത്തൂറ്റോട്ട് തന്നെ ആദ്യം. മുത്തൂറ്റ് എടുത്തില്ലേ നമുക്ക് ബിലീവേഴ്സിലോട്ട് പോകാം. എങ്ങും എടുത്തില്ല നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട്. വിശ്വാസി അതല്ല പറയേണ്ടത്. മുട്ടയിലിരിക്കും, പ്രാർത്ഥിക്കുക. യേശു നിന്നെ വിടിവിക്കും. അവിടുന്ന് സകല രോഗങ്ങൾക്ക് സൗഖ്യം തരുന്നവനാ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, പ്രാഗി കൊല്ലാനാ ബിലിയാമിനെ വിളിച്ചത്. കാശുമെല്ലാം കൊടുത്തു, കൂലി കൊടുത്തണ്ണ. കൂലിയൊക്കെ കൊടുത്ത് പറഞ്ഞൊത്തു, ഇത്ര തരാന്ന്. കാശൊക്കെ കൊടുത്താൽ എന്തും ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാശ് കൊടുത്താൽ കള്ളസാക്ഷി പറയും. കാശ് കൊടുത്താൽ എഴുതി പിടിപ്പിക്കും. കാശ് കൊടുത്താൽ നിന്നെ പരസ്യപോലമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കാശ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവസാനം നിനക്കെതിരെയായിരിക്കും. സ്തോത്രം. പണ്ട് എന്നോട് ഒരാൾ നേരിട്ട് പോണി പറഞ്ഞു, ഇങ്ങനെ എന്നോട് അടുത്ത ആഴ്ച പേപ്പറിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ ചില കാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, പേപ്പറിൽ വന്നു കഴിഞ്ഞ് നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം പേപ്പറിലിഞ്ഞ് നമ്മുടെ ഒരു ഉപദേശിയെ പണ്ട് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ തലേന്ന് പ്രസംഗിച്ചു. പിറ്റേന്ന് പ്രസംഗിക്കാൻ ചെല്ലുന്നതിന് മുന്നേ പുള്ളിക്ക് എഴുതി കൊടുത്തു, നാളെ പ്രസംഗിച്ചാൽ കരിങ്കല്ലിന് എറിയുമെന്ന്.
പുള്ളിയുടെ ഈ കുറിപ്പ് കിട്ടി. പുള്ളി ഒന്നും വേണ്ടില്ല. പുള്ളി പിറ്റേന്ന് പ്രസംഗത്തിന് അങ്ങോട്ട് കയറി. എല്ലാവരും കാണക്കെ കുറിപ്പ് വായിച്ചു. പുള്ളി അത് മടക്കി വെച്ച് പറഞ്ഞു, എന്നാൽ പിന്നെ ആദ്യം ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് പ്രസംഗം. ദൈവമക്കൾ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. നിരാശയുടെയും പരാജയത്തിന്റെ വാക്ക് പറയരുത്. അപ്പൊ ബിലിയാമിനെ വിളിപ്പിച്ചത് കാശുമൊക്കെ കൊടുത്തു, കൂലി കൊടുത്തു, പറഞ്ഞോത്തു. പ്രാഗി കൊല്ലാനാ വിളിച്ചു വരുത്തിയത്. അദ്ദേഹം അത് ചെയ്യാൻ ഒരുമ്പെട്ടാ വന്നെങ്കിലും ഞാൻ എൻ്റെ ഭാഷ പറയാ, ദൈവം നാവിനെ അങ്ങ് തിരിച്ചു. ശാപവാക്ക് പറയാൻ ആ തുനിഞ്ഞെങ്കിലും നാവിനെ ദൈവം തിരിച്ചേച്ച് അനുഗ്രഹത്തിന്റെ വചസ് പറയിപ്പിച്ചു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്നെ നശിപ്പിക്കാനും തകർക്കാനും ആ ചിലർ ഒരുമ്പെടുന്നത്. പക്ഷെ നീ ആത്മാവിൽ ബലപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അത് ദൈവം തിരിച്ചടിപ്പിക്കും, റൂട്ട് മാറ്റി വിടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തനാ. ശരിക്കിരുന്ന് പോരാടി പൊരുതി പ്രാർത്ഥിച്ചാൽ ദൈവം തിരിച്ചു വിടും. ഞാൻ എപ്പോഴും പറയാനുണ്ട്, മൊർദെഖായിയെ കൊല്ലാനാ പുള്ളി കഴുകുമരമെല്ലാം ഒരുക്കിയേച്ച് വെളുപ്പ കൊച്ചുകുളമ്പം കാലത്ത് രാജാവിൻ്റെ അരമനയുടെ അവിടെ പോയി പമ്മി നിൽക്കുക. സ്തോത്രം. റൂട്ട് മാറ്റി വിട്ടാണ്ടോ? സൂക്ഷം പുള്ളിയെ തന്നെ കൊണ്ട് കയറ്റി. നീ മൊർദെഖായിയെ പോലെ പടിവാതുക്കൾ ജാഗരിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം റൂട്ട് മാറ്റി വിടും. പ്രൈസ് ദി ലോർഡ്. അതെ, മുമ്പോട്ട് പോകാം. ഈ ശാപവാക്കുകൾ പറയാനാ വന്നെങ്കിലും ദൈവം ബിലിയാമിന്റെ വായിൽ അനുഗ്രഹത്തിന്റെ വചസ്സാ കൊടുത്തത്. അങ്ങനെ ഇസ്രായേൽ മക്കളെ നോക്കി പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് ബിലിയാം പറയുക, ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, യാക്കോബിന് ആ വിചാരം പറ്റത്തില്ല, പരമാർത്ഥമാ, ശരിയാ. കാരണം എന്നാ? ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ധാരാളമുണ്ട്, എങ്കിലും സന്ദർഭോചിതമായിട്ട്. ആ വിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം, ഇവരെ വേർപാട് പാലിക്കുന്നവരാ. അതാ വായിച്ചേ, 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കണം. ശിലാഗ്രഹങ്ങളിൽ നിന്ന്. എന്നാലും സഹോദരി അഭിനന്ദിക്കുന്നു. പെട്ടെന്ന് വായിച്ചല്ലോ. നിങ്ങളാരും ചിരിക്കുവൊന്നും വേണ്ട, നിങ്ങളെല്ലാം പമ്മിയിരിക്കുകയല്ലേ. ആ പാവം പിടിച്ച സഹോദരി അല്പം ഒരു ചെറിയ പെശക് വന്നെങ്കിലും വായിച്ച് സഹായിച്ചല്ലോ. സഹോദരി ഇനിയും തെറ്റിച്ചോ, ഞാൻ തിരുത്തിക്കോളാം. വായിച്ചേ. ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചോ. ഒന്ന്, ഇവര് വേർപാട് പാലിക്കും. പെന്തിക്കോസുകാര് വേർപാട് പാലിച്ചാൽ ഒരു ആഭിചാരവും നിനക്ക് പറ്റുകയില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാ. സകല കേസിനകത്ത് നിന്ന് തലയിടുകയല്ലേ. 28 കെട്ടിന് പോകും, മാമോദിസായ്ക്ക് പോകും, ആണ്ടിയാത്തത്തിന് പോകും, അടിയന്തരത്തിന് പോകും. അപ്പനും വല്യപ്പനും വേണ്ടപ്പെട്ട ഒരു യാഗമം നെയ്യപ്പം ഉണ്ടാക്കും. അതിന് കൂടാനും പോകും, ചുടാനും പോകും. ബാക്കി പ്ലാസ്റ്റിക് കൂടിനകത്ത് 5-6 എണ്ണം, അത് 2 എണ്ണം കൊച്ചനും കൊടുത്തു. വേർപാടില്ലെന്ന്. ആരാധന മുടക്കി കല്യാണം ഉണ്ണാൻ പോവും. പാർട്ടിയുടെ പരിപാടിക്കും കൊടി പിടിച്ച് നമ്മുടെ സഭയുടെ സെക്രട്ടറി അല്ലയോ, ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. ബൂത്തിൽ പോയിരിക്കുക, വെച്ച് നോക്കുക. ഇത്ര ഉത്സാഹം നിനക്ക് വേറെ പുസ്തകം വായിക്കുന്നതിനുണ്ടായിരുന്ന നീയും നിന്റെ കുടുംബം എന്നേ രക്ഷപ്പെട്ടാനും അല്ലേ? ബൂത്തിൽ പോയിക്കുക, തലേന്ന് എവിടെ പോയി കിടക്കുക, കൊതുകടിയും കൊണ്ട് ബാനറും വലിച്ചു കെട്ടി, ഒരു ഡെസ്കും ഒരു മേശയും. ഒരുത്തനെ ഞാൻ ഒരിക്കൽ യോഗത്തിന് പോയപ്പോൾ അവനോട് കിടക്കുന്ന ആ തണുപ്പത്ത് കിടക്കുക, ഒരു ഓലക്കീറിന്റെ പുറത്ത്. വേർപാടില്ലെന്ന്. എടാ, അതിന് വേണ്ടപ്പെട്ടവരുണ്ടത്, അവര് ചെയ്തോളും. നീ ദൈവ പൈതലാ, വേർപാട് പാലിക്കണ്ടേ? ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലാത്തും കൂടാനും എല്ലാത്തിനും ആടാനും ഒന്നും നമുക്ക് പ്രമാണമില്ല. കൊച്ചു പെൺപിള്ളേരെയൊക്കെ, മക്കളെ ദൈവം നിങ്ങളെ അനുഭവിക്കട്ടെ, ഇത് പെന്തിക്കോസുകാർ കൊച്ചുങ്ങളെ ഒന്നും ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത്. മനസ്സിലായോ? തിന്തരികട ഒന്നും പറഞ്ഞ് കൊച്ചുങ്ങളെ ഒന്നും
പണ്ടൊരു വീട്ടിൽ ചെന്നപ്പം വലിയ തള്ള പറഞ്ഞു, മോളെ അപ്പച്ചനെ ഒന്ന് കാണിച്ചേടി നിന്റെ പഠിച്ച ഡാൻസ്. ഞാൻ പറഞ്ഞു, വേണ്ട കുപ്പച്ചനത് കാണണ്ട, അതൊക്കെ കാണുന്ന കുപ്പച്ചന്മാര് വരും, വേണ്ട. അവിടെ അരങ്ങേറ്റം നടക്കാനിരിക്കുകയാണ്. മിക്കവാറും നിന്റെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും സാകല അരങ്ങേറ്റം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്ന ദൈവമക്കളോടായി പറയുന്നത്, പിള്ളേരെ ഒന്നും ഡാൻസ് പിടിപ്പിക്കാൻ വിടരുത്. വിടരുത്. സ്തോത്രം. വേർപാട് പാലിക്കണമെന്ന്. എല്ലാം കഴിക്കാനും എല്ലാം കൂടാനും എല്ലാം കുടിക്കാനും ഒന്നും നമുക്ക് വ്യവസ്ഥയില്ലെന്ന്. സെപ്പറേറ്റ് ജനം അങ്ങനെ പുസ്തകത്തിലെ ദൈവത്തിന് പ്രത്യേക സമ്പത്താ. ഇതാ തനിച്ചു പാർക്കുന്ന ജനം. അതുകൊണ്ടാണ് യോസേപ്പിന്റെ സഹോദരന്മാരും ഇസ്രായേലിൽ എത്തിയപ്പോൾ യോസേപ്പ് അവരോട് പറഞ്ഞു, പിന്നെ ചേട്ടന്മാരും എല്ലാം കൂടെ വന്ന് എല്ലാം നല്ല പറ്റിയ ആൾക്കാരാ യോസേപ്പിന്റെ ചേട്ടന്മാരെ. രൂബേന്, ശിമിയോന്, ഗാദ്, നഫ്താലി, ആശേർ, ശെബുലൂന്, ഇവനെല്ലാം ഓരോ ടൈപ്പാ. രൂബൻ അവനെ സ്ഥിരതയൊന്നും ഉള്ളവനല്ല, വെള്ളം പോലെ തുളുമ്പുന്നവനാ. ഇവനെ യോഗത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ പാർട്ടിയുടെ പരിപാടിക്ക്, എന്നാൽ നീ ബൈബിൾ കൊണ്ടുപോകാൻ, ഞാൻ അവരോട് കൂടെ പോവാന്ന്. നേരെ അവൻ പാർട്ടിയുടെ പരിപാടിക്ക് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ ആൾക്കാർ പോകുന്നു ജീപ്പ് ചാടി, അതിനെ ഞാൻ കിടക്കുക ജീപ്പയിൽ. ഇവന് യാതൊരു സ്ഥിരതയുള്ളവൻ അതാ. അങ്ങനെയുള്ളവർ രക്ഷപ്പെടത്തുമില്ല. നിങ്ങൾ പുസ്തകം പഠിച്ചോ, രക്ഷപ്പെടുകയല്ല. പിന്നെ ഒടുവിൽ പറയും, ഞങ്ങൾ 38 കൊല്ലമായിട്ട് പെന്തിക്കോസിൽ നിന്ന് കണക്ക് പറയാമെന്നല്ലാതെ നീ രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടണമെങ്കിൽ വേർപാട് പാലിക്കണം. അപ്പൊ രൂപൻ സ്ഥിരതയുള്ളവനല്ല. രൂപൻ യാതൊരു സ്ഥിരത. പിന്നെ ശിമയോനും ലേവിയും അത് വേറെ ടൈപ്പാ. യാതൊരു ആത്മസംയമനമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൊടുവാൾ കൊടുത്തോണ്ടിറങ്ങും. എപ്പോഴും അവന്റെ കൈ ഏണിനൊരു കത്തിയും കാണും. ഒന്ന് പറഞ്ഞ് രണ്ടെന്നിന് അരിവ ഇങ്ങോട്ട് എടുത്തോളാൻ പറയും. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് രക്ഷപ്പെടുകയില്ല. ഓരോ ടൈപ്പാന്ന് ഇതെല്ലാം. ശിമയോനും ലേവിയും. പിന്നെ യഹൂദ അവൻ ബാലസിംഹമാ, ഇങ്ങനെ പമ്മി കിടക്കുക. യവനെ സംബന്ധിക്കുന്ന വിഷയം വരുമ്പോൾ ഇവൻ ചാടിപ്പിടി കൂടും. മറ്റുള്ളവരുടെ വിഷയം പ്രസംഗിക്കുന്ന ഇവൻ ഏലായിട്ട് തരും. ക്ലൂറി ഏതാ മറ്റുള്ളവർക്ക് കിട്ടുന്നെങ്കിൽ ഇവൻ ഉറി. എവന്റെ പമ്പളയുടെയും പിള്ളേരുടെയും വിഷയം വരുമ്പോൾ ഉടനെ ഇവൻ ഇരിക്കുന്ന എന്നാന്നറിയോ? അപ്പുറത്തുകാരുടെ കാര്യം പറയുമ്പോൾ ഉറി. അതാ ഇവന്റെ ടൈപ്പ്. സ്തോത്രം. ഓരോ ടൈപ്പുകളാ ഇതെല്ലാം. ഞാൻ എല്ലാം വിവരിക്കുന്നില്ല. എല്ലാം വിവരിച്ചാൽ നിങ്ങൾ ഇനി ഒരു യോഗത്തിന് വരികയില്ല. വെറുതെ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്? പണ്ടൊരാൾ പറഞ്ഞ പോലെ അടിയന്തരത്ത് വന്നു വെച്ച് മുടിയാന്തരമാകണ്ട, അടിയന്തരം തന്നെ നടക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഓരോ ടൈപ്പാ. ഇങ്ങനെയുള്ള ഈ സ്വഭാവ പ്രകൃതമുള്ളവരെ മിസ്രയീമിൽ വന്നു കഴിഞ്ഞപ്പോൾ യോസേപ്പ് അവരോട് പറയുന്നൊരു പദമുണ്ട്. പിന്നെ നമ്മൾ നാളെ പറവോനെ കാണാൻ പോവുക. ഞാൻ പറവോനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേട്ടായിമാരും അപ്പച്ചനും എല്ലാം കനാൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നാളെ മുഖം കാണിക്കുക പറവോനെ. ഇപ്പം ഇവിടുത്തെ രീതി മുഖം കണ്ടാൽ ഉടനെ ചോദിക്കും, പേരുമൊക്കെ ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. തൊഴിലെന്നാന്ന് ചോദിക്കും. തൊഴിൽ അന്നേരം സത്യമേ പറയാവൂ കേട്ടോ. കാരണം യോസേപ്പിന് വരെ നല്ലവണ്ണം അറിയാം. പിന്നെ സത്യമേ തൊഴിൽ ചോദിക്കാൻ പറയണം. ഗോപാലകന്മാരാ, ഇടയന്മാരാന്ന് പറയണം. അല്ല ഞങ്ങൾ പാലാക്കുന്ന തെപ്രകാമൽപ്പൻ്റെ അനിയനാ, ഞങ്ങൾക്ക് കുതിരയും ആനയൊക്കെ ഉണ്ടായിരുന്നു, കള്ളത്തൊന്നും പറഞ്ഞ കന്നുകാലിയെ മേടിക്കുകയായിരുന്നു. അങ്ങ് സത്യം പറഞ്ഞേക്കണം. മനസ്സിലായോ? ഞങ്ങൾ താമരപ്പള്ളി മുതലാളിയും ഞങ്ങളും ചേട്ടനും അനിയനും ഒന്നും കയറി പറയരുത്. ഉള്ള കാര്യമേ പറയാം. ഇടയന്മാരാണ് പറയണം. കാരണം ഇടയന്മാരും മിസ്രയീമ്യർക്ക് വെറുപ്പാ. യോസേപ്പ് ദീർഘവീക്ഷണമുള്ളയാളായതുകൊണ്ട് അങ്ങനെ തന്നെ പറയാൻ പറഞ്ഞു. കാരണം ഇവർക്ക് വെറുപ്പായിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഇവരെ സെപ്പറേറ്റ് ആക്കി വിടും. അങ്ങനെയാ ഇവർക്ക് ഗോശേൻ ദേശം കൊടുത്തത്. യോസേപ്പ് ദീർഘവീക്ഷണമുള്ളയാളാ. കാരണം യോസേപ്പിന് അറിയാം, അപ്പച്ചന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവൻ 4ാം തലമുറക്കാർ തിരിച്ച് അവൻ കനാനിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഇവർ അന്നും എന്നും സെപ്പറേറ്റ് ജനമായിരിക്കണം. അല്ലാതെ വേർപാട് പാലിക്കാതിരുന്നാൽ കുറെ കൊല്ലം കഴിഞ്ഞാൽ പെന്തിക്കോസ് ഏതാ, മാർത്തോമ ഏതാ, യാക്കോബ ഏതാ, ഇവാഞ്ചലിക്കൽ ഏതാ, കത്തോലിക്കൻ ഏതാന്നൊന്നും തിരിച്ചറിയത്തില്ല.
മനസ്സിലായോ? ഇതെന്നും മനസ്സിലാക്കണം, ഇതൊരു ദൈവമക്കളാണെന്ന്. അതാ ഘോഷസന്ദേശം കൊടുത്തത്. എവിടെ വെച്ച് കണ്ടാലും അറിയണം നീ ദൈവവൈതലാണെന്ന്. ഞായറാഴ്ച ഹോളിൽ വരുമ്പോൾ മാത്രമല്ല നീ ബെന്തിക്കോസാന്ന് അറിയുന്നത്. ആമേൻ, സ്തോത്രം. ചന്തയിൽ പോകുമ്പോഴും അറിയണം നീ ബെന്തിക്കോസാന്ന്. യാത്ര ചെയ്യുമ്പോഴും അറിയണം ബെന്തിക്കോസാന്ന്. ഏതെങ്കിലും ചടങ്ങുകൾക്ക് പോയാലും അറിയണം നീ ബെന്തിക്കോസാന്ന്. വേർപാട് പാലിക്കണം. സ്തോത്രം. ഓടിച്ച് മുമ്പോട്ട് അങ്ങ് പോകുക. ഒത്തിരി കാര്യം അവിടെയൊക്കെ തന്നെ നിന്ന് പറയേണ്ട ഒത്തിരി കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല വേർപാട് വളർത്തിക്കോണം. വസ്ത്രം എടുക്കുമ്പോഴും കടയിൽ കയറുമ്പോഴും ചെരുപ്പ് മേടിക്കുമ്പോഴും സ്തോത്രം ഉണ്ടല്ലോ, അതെല്ലാം കുഞ്ഞുങ്ങൾ പെന്തിക്കോസുകാരാന്നുള്ള കാര്യത്തിൽ പറഞ്ഞവരെ വളർത്തണം. അപ്പുറത്തുകാർ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട് അവരിടുന്ന വസ്ത്രം നമുക്ക് ധരിക്കാൻ ഒക്കത്തില്ലെന്ന് കുഞ്ഞുങ്ങൾക്ക് കൊച്ചിലേ പറയണം. തള്ളമാരും അപ്പന്മാരും മാതൃകയും കാണിക്കണം. അത് അത്യാവശ്യമാണ്. നമ്മൾ മാതൃക കാണിച്ചേച്ച് വേണം കൊച്ചുങ്ങളോട് ഇത് പറയാൻ. അങ്ങനെ കുഞ്ഞുങ്ങളെ ആ ചിട്ടയെ വളർത്തണം. ഇവരെവിടെ ലോകത്തിന്റെ എവിടെ ചെന്നാലും ഇവർ വേർപാട് പാലിക്കണം. അതെ. അപ്പോൾ യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം ഇവർ വേർപാട് പാലിക്കുന്നവരാ. അതുകൊണ്ടല്ലയോ എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു ഫലമുണ്ടല്ലോ. വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചോ. എസ്തേർ 3:8. പെട്ടെന്ന്. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി. അപ്പൊ ഇതോട്ട് നിങ്ങളുടെ സംസ്ഥാനത്തിലെ ജാതികളുടെ ഇടയിൽ ഒരു ജാതി, അത് വേറൊരു ജാതിയാ. സകല ജാതികളുടെ ഇടയിൽ വേറൊരു ജാതി. അത് ചിഹ്നിച്ചത് ഒത്തിരി ഇല്ല. അവിടെ 10 എണ്ണം, ഇവിടെ 5 എണ്ണം, അവിടെ ഒരു 7 എണ്ണം, അവിടെ ഒരു 15 എണ്ണം, അങ്ങനെ ചിഹ്നിച്ചതറി. അവരുടെ ന്യായപ്രമാണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുക. എപ്പോഴും വേർപാട് വേണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം അങ്ങനെ വലിയ വേർപാടൊന്നുമില്ല. പാസ്റ്റർമാർക്കും അത് പറയാനും ഇപ്പം ഒക്കത്തില്ല. കാരണം ഒരു സഭ തന്നെ കിട്ടിയത് എങ്ങനെ ആർക്കും ദൈവത്തിനും അറിയാം. പിന്നെ അത് വേർപാടുകൂടെ പറഞ്ഞ് ഉള്ളതുകൂടെ പാസ്റ്റർമാരുടെ ഭാര്യമാർ പറയും, നിങ്ങൾ വേർപാടൊന്നും പറയണ്ട, 2 കൊല്ലോ 3 കൊല്ലോ എഴുതിക്കുക, ഇമ്മ എനിക്കിതെല്ലാം കൂടെ കെട്ടിപ്പിറക്കി അങ്ങോട്ട് ഓടാൻ, നിങ്ങൾ പിന്നെ എല്ലാം ഗുണപ്പെടുത്താനിരിക്കുക, അതൊക്കെ എങ്ങനെയും ആയിക്കോളും. അല്ല, ചില അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ചെല്ലു പറയുന്നത്. തന്നെ എല്ലാവരും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഈ പാസ്റ്റർക്ക് കിട്ടുന്ന പേര് അയാളിരുന്ന സഭ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം എന്നാന്ന് ആരും തിരക്കുകയല്ല. എന്നാൽ അയാൾ ഉപദേശം പറഞ്ഞപ്പം അവിടെ കുണം പടയ്ക്കാത്ത ഒരുത്തൻ കയറി കൊമ്പ് കോർത്തതാന്ന് അത് പറയത്തില്ല. കാശുള്ളവനാന്നെ പിന്നെ ഒട്ടും പറയുകയല്ല. അയാൾ ഉപദേശം പറഞ്ഞപ്പോൾ കുണം പിടിക്കാത്ത ഒരുത്തൻ കയറി കൊമ്പ് കോർത്ത് അങ്ങനെ പ്രശ്നമെന്നാരും പറയത്തില്ല. പക്ഷെ കുമ്പനായിട്ട് കൊടുക്കുന്ന റിപ്പോർട്ട് ഒപ്പിലിരിക്കുന്നിടത്തല്ല പ്രശ്നമാണ്. അത് പേടിച്ച് ഉണ്ടല്ല. പെമ്പളെ ആണെങ്കിലും പറയാം, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഒരു 3 ദൂത് പറ. 2ാമത് പറയുമ്പം കൊച്ചൻ തമ്പാരടിച്ചോളും, എല്ലാവരും ഇളയിക്കോളും. വെറുതെ എന്തിനാ ഇവനെയല്ല. കർക്കശമായി വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവ പൈതൽ വേർപാട് പാലിച്ചാൽ ആഭിചാരം പറ്റുകയില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നിർത്താൻ. 2, ഈ ആഭിചാരം പറ്റാത്തതിന്റെ 2ാമത്തെ കാരണം 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ച സംഖ്യ. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. അപ്പോൾ ഈ ഗിരികളിൽ കയറി പർവ്വത മുകളിൽ നിന്ന് ബെലിയാം ഇങ്ങനെ താഴോട്ട് നോക്കിയപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ പാളയമടിച്ച് കിടക്കുക. ആ പാളയം കണ്ടുവച്ച് പറയാ, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം, നല്ല ഓർഡറിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആഭിചാരം പറ്റാത്തതിൻ്റെ 2ാമത്തെ കാര്യം നല്ല അടുക്കിലും ചിട്ടയിലുമായി ഇവരുടെ പോക്ക്. അടുക്കും ചിട്ടയും ദൈവമക്കൾക്ക് അത്യാവശ്യമായ കാര്യമാണ് അടുക്കും ചിട്ടയും. എന്നാൽ മിക്ക സ്ഥലങ്ങളിലും മിക്ക സഭകളിലും മിക്ക വീടുകളിലും ഈ സംഭവം ഇല്ല. കുത്തടിഞ്ഞ പുസ്തകമാണ്. നിങ്ങൾ ഏത് കാര്യവും നോക്കി അതിനൊരു ചിട്ട വേണ്ടേ? വേണം. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അണിയണിയായിട്ടാ എന്ത് ഓർഡറില്ല, ഓർഡറിൽ പോകണം കാര്യം. ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങ് സങ്കടം വരും.
പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, നിർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേല, സാക്ഷി പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മേല, പാട്ട് പാടുന്ന നമുക്കങ്ങ് സങ്കടവും വരും. എനിക്കിവിടെ വന്നപ്പോൾ സന്തോഷം, നിങ്ങളെല്ലാം ആത്മാവിൽ ബലപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നു. അത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. ചിലത് കിടന്ന് പാഷന്മാർ കിടന്ന് ഇങ്ങനെ വില്ല് വളയം പോലെ, അർജുനന്റെ വില്ല് വളയം പോലെ ഒന്ന് വളയുക, സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ. അവസാനം പുള്ളിക്ക് ഇവിടെ വിലക്കോ? ആര് സ്തുതിക്കാന്? ദൈവത്തെ ആരാധിക്കുന്ന നിർബന്ധിച്ചും സമ്മർദ്ദം ചെലുത്തിയല്ല. അവിടുത്തെ നന്മകൾ ഓർക്കുമ്പോൾ, അവിടെ ചെയ്ത കരുണ ഓർക്കുമ്പോൾ, അവിടുത്തെ കൃപ ഓർക്കുമ്പോൾ, അവിടുത്തെ ദയ ഓർക്കുമ്പോൾ അറിയാതെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ, കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി ലേ കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി മാമ മണാള നിൻ പ്രേമത്താലെ, മാമ മണാള നിൻ പ്രേമത്താലെ ഓ നിറയും നേയനുള്ളം ഇന്നേരം നിറയും. ഓ മറന്നാലും ഓരാമതൻ കുഞ്ഞിനെ മറക്കുകില്ലൊരു നാളും നീ എന്നെ, മറന്നാലും ഓരാമതൻ കുഞ്ഞിനെ മറക്കുകില്ലോ. ഓ വാങ്ങിച്ചല്ലോ നിൻ ഉള്ളം കൈയിൽ, വാങ്ങിച്ചല്ലോ നിൻ ഉള്ളം കൈയിൽ, വാക്ക് മാറാത്ത മകേശ, വാക്ക് മാറാത്ത മാമ മണാള നിൻ പ്രേമത്ത, മാമ മണാള നിൻ ഓ നിറയും നേയനുള്ളം ഇന്നേരം നിറയും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവൾ യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര. ആ പാർപ്പും പാർപ്പിടവും ഒക്കെ കണ്ടാൽ നല്ല ഓർഡറിലാ പോകുന്നത്. നിങ്ങളാണ്ട് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 51, 52 വാക്യം ഒന്ന് വായിച്ചേ. അവരുടെ ഓർഡർ അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചേ സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങൾ. അടുത്തത് അടുത്ത വാക്യം. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി, ഓരോരുത്തൻ താൻ താന്റെ പാളയത്തിലും, ഓരോരുത്തൻ താൻ താന്റെ കൊടിക്കരികിലും ഇങ്ങനെ ആ കൂടാരം അടിക്കേണ്ടത്. ആ കൂടാരം കണ്ടോണ്ട് ആ ബിലയാൻ പറഞ്ഞത്, യാക്കോബേ നിന്റെ കൂടാരം, ഇസ്രായേലേ നിന്റെ നിവാസം എത്ര മനോഹരമാ. ദൂരെ നോക്കിയിട്ട് നല്ല ഓർഡർ കിടക്ക. അത് കാണാൻ തന്നെ, ഈ യോഗത്തിന് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു അഴകാ. ചിലര് ഇത് പാറക്കല്ലെടുത്തെറിഞ്ഞ പോലെ യോഗത്തിന് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലർ യോഗത്തിന് ഇരിക്കുന്നില്ല, അവനെ കുളിര് പോലെ ഇരിക്കുക. ഒന്നാമത്തെ കാര്യം, എന്നെ നിങ്ങളെയും കണ്ടാൽ നല്ലൊരു ഷേപ്പില്ല. വിശേഷിച്ച് എനിക്ക് ഈ വെള്ളയുടെ പച്ചയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് കേടാ, അത് നമുക്കും അറിയാം. അതുകൊണ്ടല്ലേ എന്തും വേണ്ട ഒരുങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് ഷേപ്പില്ലാത്ത കൊണ്ടാണ്. ഷേപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ അത്ര നേരം എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതെല്ലാം വെച്ചും തേച്ചും തൂത്തും എല്ലാം എന്ത് പരിശ്രമിച്ചാ. അപ്പൊ ഈ ഷേപ്പ് കേടുള്ള ഞാനും നിങ്ങളും ദൈവസന്നിധി സന്തോഷത്തോടിരുന്നോണം. ഇനി മറുവശം പറയാം, ഭാരപ്പെടുകൊന്നും വഴി ഷേപ്പെല്ലാം മാറും. എപ്പോഴാ? ഭർത്താവ് പറയാൻ പോലല്ല, മോളി കളിക്കരുത് ഞാൻ ഷേപ്പ്, അതല്ല. നമ്മുടെ ഷേപ്പ് കേട് മാറും. എപ്പോഴാണെന്നറിയാം? കാകളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും. ഈ താഴ്ചകളുള്ള ബലഹീനമായ രോഗമുള്ള ഈ ദേഹം അങ്ങ് മാറി ഒരു പുത്തൻ ശരീരം നമുക്ക് കിട്ടുമെന്ന്. സ്തോത്രം. അതുകൊണ്ട് നിരാശപ്പെടുകയൊന്നും വേണ്ട.
പ്രൈസ് ദി ലോർഡ്. ആട്ടെ, അപ്പൊ ഇവരുടെ ആ പാർപ്പിടം കണ്ട് ബിലിയാം പറയുകയാ, യാക്കോബേ നിന്റെ കൂടാരം, ഇസ്രായേലിലെ നിന്റെ നിവാസം എത്ര മനോഹരമാ. ആ പോക്കൊക്കെ ഈ 4 പാളയമാ. ഇസ്രായേൽ പാളയം എടുക്കുന്നില്ല, 4 പാളയം. യഹൂദ പാളയം, രൂബേന്യ പാളയം, എബ്രയീമ്യ പാളയം, ദാൻ പാളയം, 4 പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ചാൽ 3 12. ഓരോ ഗോത്രത്തിനും ഓരോ കൊടിക്ക് ഓരോ എംബ്ലമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ കൊടി പിടിച്ചങ്ങോട്ട് അതിൻ്റെ ലീഡർ പോകുമ്പോൾ ആ പാളയത്തിൽപ്പെട്ടവരതിൻ്റെ പുറകെ പൊക്കോണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, തമ്പേറിൻ്റെ ശബ്ദം മുറുകുമ്പോൾ, മൈക്ക് സെറ്റിൻ്റെ വോളിയം കൂട്ടുമ്പോൾ, ഈ ഇടിപിടിയെല്ലാം കൂടെ അടിക്കുമ്പം ആമ ഉണർവ് കയറി വേറെ പാളയത്തിൽ തുള്ളി കയറരുതെന്ന് ആത്മാവാന്നും പറഞ്ഞ്. മനസ്സിലായോ? ഇപ്പം അങ്ങനെയാണല്ലോ, യാതൊരു ബെല്ലുമില്ല, തുള്ളി ബൈബിളിൻ്റെ പുറത്ത് കയറി തുള്ളുന്നു. പണ്ടൊരു തള്ള തുള്ളി ഒരു വേറെ സഹോദരി അവള് തുള്ളി ഈ തള്ളയുടെ കണ്ണാടിയുടെ പുറത്ത് കയറി തുള്ളി. ഇവർ കണ്ണാടി എടുക്കാൻ ചെന്നപ്പോൾ അവൾ കയറി തുള്ളി നിന്നങ്ങ് തുള്ളുക. തള്ള ഇവിടെ നോക്കി നിന്ന് അവിടെ കണ്ണാടി തവിട് പൊടിയാക്കി. അവസാനം യോഗം കഴിഞ്ഞപ്പോൾ തള്ള പറഞ്ഞു, എൻ്റെ കണ്ണാടി വെക്കാതെ നിന്നെ വിടുകയല്ലെന്ന് പറഞ്ഞു. പിടിച്ച പിടി കടയിൽ കൊണ്ടുപോയി. തള്ള മിടുക്കിയായിരുന്നു. പിന്നെ അവൾ തുള്ളാൻ വരുമ്പോൾ നോക്കും കണ്ണാടിയോ വാച്ചോ വല്ലോ ഉണ്ട്. ഇതൊക്കെ സുബോധം വേണം. ആത്മാവിലാകുന്ന ബൈബിൾ. എടാ, നിങ്ങൾ എന്നേക്കാൾ പരിജ്ഞാനമുള്ള സഹോദരിമാരുണ്ട്. തലയിലിടുന്ന ആ മൂടുപടം ഒരല്പം നീങ്ങിയാൽ അറിയാമല്ലോ, ഇല്ലേ? മൂടുപടം അല്പം മാറിയാൽ, കാരണം സുബോധത്തിന്റെ ആത്മാവാ. നമ്മുടെ മൂടുപടം പോയി അവിടെ മൂടുപടം പറിച്ച് ഊരോട്ടെറിഞ്ഞ് എന്തോ ആത്മാവാ? അല്ലല്ലല്ല, ഇത് സുബോധത്തിന്റെ ആത്മാവാ. അടുത്തിരിക്കുന്ന ആളെ സ്പർശിച്ചാൽ അറിയാം, ഇല്ലേ? ആത്മാവിലായി അവന്റെ 6-ാം മാല് തകർക്കുക, അതൊന്നും ആത്മാവല്ല. അല്പം ടച്ച് ചെയ്താൽ അറിയത്തില്ലേ? അറിയാം. ഇടിച്ചവന്റെ വാരിയല്ലേ 3 എണ്ണം ഓടിച്ചു, ആത്മാവിലായതാ. ആത്മാവൊന്നുമല്ല, ദുരാത്മാവാ. ഇതതിന്റെ ഓർഡറിൽ പോകണം. അവ ഈ 4 പാളയമാ. ആ പാളയം അതിന്റെ ഓർഡറിലാ പോകുന്നത്. ആ യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഇസ്രായേൽ മക്കൾ ഗണഗണമായി, സംഖ്യ 1:52, ഇസ്രായേൽ മക്കൾ ഗണഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളയത്തിൽ. ആത്മാവിലായി പാളയം മാറിപ്പോകരുത്. ഓരോരുത്തൻ താന്താന്റെ പാളയത്തിൽ, ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരികിൽ. ഉണർവ് കയറി ചിലയിടങ്ങളിൽ, എല്ലായിടത്തും അല്ല. തുള്ളുമ്പോൾ പിന്നെ പാസ്റ്റർമാരുടെ ഭാര്യമാർ അവരെ ഇങ്ങനെ കൊണ്ടു നടക്കുക. അവർക്ക് ആത്മാവിലാകാൻ നേരവും. ഇതുങ്ങളെ ഇങ്ങനെ നിങ്ങളെ ഇരിക്കാൻ പറഞ്ഞതല്ല, മിക്കയിടത്തും ബോധക്കേടുണ്ടെന്ന്. അതൊന്നും ദൈവാത്മാവല്ല, ഇത് സുബോധത്തിന്റെ ആത്മാവാ, ഇത് പരിജ്ഞാനത്തിന്റെ ആത്മാവാ, ഇത് ജ്ഞാനത്തിന്റെ ആത്മാവാ, ഇത് വിവേകത്തിന്റെ ആത്മാവാ. 8 വയസ്സുള്ളവൻ പ്രവചിച്ച് 90 വയസ്സുള്ള വല്യപ്പനെ കയറി മകനെ, അവൻ അത് വിളിക്കാവോ? 8 വയസ്സുള്ള ചെറുക്കൻ 90 വയസ്സുള്ള വല്യപ്പനെ കയറി മകനെ. എന്നാ വല്യപ്പനും പോറക്കേടാ, എന്താ ഇടപെടണേ? അവനോട് പറഞ്ഞു കൊടുക്കണ്ടേ? ദൈവാത്മാവിലായിരിക്കും പറയുന്നത്. മോനെ അങ്ങനല്ല, അപ്പച്ചനോട് ദൈവാത്മാവ് ഇടപെടുന്നു. കുഞ്ഞുങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തും ഇല്ലേ? ഈ സീനിയറാന്നും പറഞ്ഞ് ഏലി കിടക്കുക, കണ്ണും കടയും കാണാൻ മേലാതെ. അന്നേരം ചെറുപ്പക്കാരൻ ചൗമേലിൽ ദൈവം വെളിപ്പെട്ടു. ഞാൻ സീനിയറാന്നും പറഞ്ഞിരുന്നൊന്നും ദൈവം വെളിപ്പെടുകയില്ല. പുള്ളി പഴയ ആളാ. പള്ളി വന്നിട്ട് വർഷങ്ങളായി. കണ്ണും കാണാൻ മേല, കടയും കാണാൻ മേല. എന്നാലും അന്ന ചുണ്ടനക്കിയപ്പോൾ ഇയാൾ കണ്ടുപിടിച്ചു. ചെന്നുവെച്ച് പറഞ്ഞ് ഇറങ്ങട്ടെ വീഞ്ഞ്. അത് ഇയാൾക്ക് കാണാൻ നല്ല വിരുതാ. അവള് പറഞ്ഞ എൻ്റെ പൊന്ന് പാസ്റ്ററെ, ഞാൻ വീഞ്ഞും മദ്യമൊന്നും, ഞാൻ മനോവേദനമുള്ള സ്ത്രീയാ. പിന്നെ എൻ്റെ മനോവേദന കൊണ്ട് ഞാൻ അങ്ങ് എൻ്റെ ചൂണ്ടനക്കിയെന്നേ ഉള്ളൂ. എന്നാ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇയാൾ തിരിച്ചും മറിച്ചും വർത്താനം പറയും കേട്ടോ. എന്നാ ദൈവം നിന്നെ. ഈ കൃപയിൽ പോകുമ്പോൾ ആ തിരിച്ചും മറിച്ചും വർത്താനം പറയാനേ. ഇവിടെ വന്നേച്ച് പറയാം യാക്കോബ, അതാ ശരി. പറയുന്ന പറയാം പെന്തിക്കോസ് അല്ലേ ശരി. ഇവന് തന്നെ യാതൊരു ബോധവും ഇല്ല. കൃപേന്ന് പോയാൽ അങ്ങനെ തിരിച്ചും മറിച്ചും വർത്താനം പറയും എന്ന് പറഞ്ഞ സ്ഥിരതയില്ല. അപ്പോൾ ദൈവം പരിജ്ഞാനത്തിന്റെ ദൈവമാണ്. ഒരു കാര്യം പറഞ്ഞാൽ ഭാഗം വിടുക,
കർത്താവിന് മഹത്വം. ഓർഡറായിട്ട് പൊക്കോണം. വീട്ടിലാന്നേലും സഭയിലാന്നേലും ശുശ്രൂഷയാന്നേലും ഓർഡർ ആയിരിക്കണം. വേണ്ടേ? ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ആ കാര്യത്തിന് പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് TPM-കാരെയാ. എന്നെ ഓർഡറില്ല കാര്യം പോലെ. കസേര ഇടുന്നത് തന്നെ ഓർഡറാ, വന്നിരിക്കുന്നത് ഓർഡറില്ല, അങ്ങോട്ട് പോവുകയും നടക്കുകയും ചെയ്യുന്നത്. നമ്മുടെ അവിടെയോ ഏകപട എമ്പട തെറുപട ചമ്പട, ഓരോ ഓർഡറും ഇല്ല. ആരിലും ഒരു ഓർഡർ പറഞ്ഞ് തന്നോട് ആര് പറഞ്ഞത് പറയാൻ? ഞാൻ ഈ സഭയുടെ ആരംഭകാലം മുതൽ ഇവിടെ ഉള്ളത്. തനിക്ക് തന്നെ റൈറ്റ്. ഈ വേല ഞങ്ങളുടെ നടുമുറിക്കകത്താ തുടങ്ങിയത്. അതിൻ്റെ അറിയാനും ഉണ്ടടാ. ഓർഡർ വേണ്ടേ? ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അവരുടെ യോഗത്തിന് നിങ്ങളൊന്ന് പോയേ, എന്തോ ചിട്ടയാണെന്നറിയാമോ? അത് വീടാന്നേലും സഭയാന്നേലും അതിന് ചിട്ട വേണം. ഈ ജീവിതത്തിൽ ചിട്ടയും നിഷ്ഠയില്ലാത്തവർ രക്ഷപ്പെടുകയില്ല. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ സഹോദരിമാരേറെ ഉള്ളത് കൊണ്ടാണ് അടുക്കളയിലെ കാര്യം പറയാം. അപ്പം പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. ഇപ്പം അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി, ആ കത്തി വെക്കുന്നൊരു സ്ഥലമുണ്ട്, ഇല്ലേ? പറ. ഉണ്ട്. മീൻ മേടിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് അവിടെ, അല്ലെ പിള്ളേരുടെ ആ കത്തി ഇങ്ങോട്ട് എവിടെ ഇരിക്കുന്നുണ്ട്? ഇന്ന അടുത്തിരിക്കുന്നു. അല്ല, ഇത് ഭർത്താവ് 10 മണിക്ക് മത്തി മേടിച്ചു കൊടുത്ത് മോളിയും വീട്ടിൽ കറി വെക്കണം. കത്തി അപ്പം കിടക്കുക. പിച്ചാത്തി കാണുന്നില്ല. ആ നാരായണ പുത്തരിക്ക് ഒരു പിച്ചാത്തിയാ, അതിന് പിടിയില്ല. അതിന് പിടി ഇല്ല. പൂച്ച എറിഞ്ഞപ്പോൾ പിടി പോയതാ, പൂച്ചക്കിട്ട് കൊണ്ടുമില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. ആ മത്തി ഇരുന്ന് ചീഞ്ഞ് നാറിപ്പോയാലും നിന്റെ കത്തി കാണുകയില്ല. ഇത് വെട്ടി കൂട്ടാൻ വെക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? അയ്യോ, കുളിക്കുന്ന തോർത്തത് ഇവിടെ ആയിട്ടിരുന്നത്, തോർത്തെടുത്തോണ്ട് നീ തോർത്ത് കണ്ടോ? ഞാൻ ഇന്ന് വരെ കുളിച്ചിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ തോർത്ത് കാണുന്നത്? അവന്റെ ഡയലോഗാ. പിന്നെ തോർത്ത് എന്ത് ചെയ്യേ? തോർത്താണ്ട് അപ്പുറത്ത് അവറാച്ചനെടുത്തോണ്ട് പോയി 3 കരിക്ക് കൂത്തുകിടാൻ. കാരണം എണ്ണയും സോപ്പും എല്ലാം കൂടെ പിടിച്ചത് എല്ലാം കമ്പിപൊടി പോലെ ഇരിക്കുക. അതിൽ നോക്കിയപ്പോൾ കഴുക്കോല് കണ്ടില്ല. എന്നാൽ പിന്നെ അപ്പുറത്തുകാരുടെ തോർത്തെടുക്കുകയാണെങ്കിൽ 2 കരിക്ക്. ചിട്ട വേണ്ട ഇതിനൊക്കെ. ഞാൻ ഉദാഹരണം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ ചിട്ടയില്ലാത്തവർ രക്ഷപ്പെടുകയല്ല. ഓർഡർ ഉണ്ടായിരിക്കണം. ആരെ പെട്ടെന്ന് നിർത്താം. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിക്കുന്നു. സ്തോത്രം. ചിട്ട വേണം. ഇപ്പൊ ഉദാഹരണം ഞാൻ ഇതൊക്കെ പറയും, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും സഭായത്തിന് പോകണം. ശനിയാഴ്ച അവനവന്റെ വസ്ത്രമല്ല, സഹോദരിമാരാണെങ്കിൽ സാരിയും ബ്ലൗസും അല്ലെ ചുരിദാർ തത്തുല്യമായ വസ്ത്രങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കണം. ഇപ്പൊ പഴയ കാലമല്ല, 2-3 ജോഡിയൊക്കെ മിക്കവർക്കും. അമ്മാമിക്ക് ഒരു 5 ജോഡിയില്ലേ? സത്യം പറയണം, 5 ഉള്ളൂ. ആട്ടെ, ഒരു 10 ജോഡിയെങ്കിലും കാണുകയല്ലേ? പറ. ഉണ്ട്. നല്ല കാര്യം. അപ്പൊ സഭായത്തിന് പോകാൻ നേരത്തെ ശനിയാഴ്ച എടുത്തു വെക്കണം. കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ നേരത്തെ വേണ്ടേ? ചെയ്യണം. ഏതായാലും നീ ബൈബിൾ വായിക്കുകയല്ല, അതുകൂടെ തലേന്ന് എടുത്ത് വെച്ചേക്കണം. നീ വായിക്കത്തില്ല, പിന്നെ ഞായറാഴ്ച വന്ന് നീ കസർത്ത് കാണിക്കും. എന്നീ സന്തോഷിപ്പിച്ച ചുമ്മാ ഇവൻ പറയാ, ഇവനെ ഇന്ന് ഒന്നും തന്തോടിപ്പിച്ചിട്ടുമില്ല. ഇവൻ ആർക്കിട്ടോ പാര വെക്കാൻ ഇതെടുത്തോണ്ട് വന്നതാ. അല്ല, ഇവനെ തന്തോടിപ്പിച്ചു വന്നല്ലോ. നിന്നെ തന്തോടിപ്പിച്ചാണെങ്കിൽ ആദ്യത്തെ പാട്ട് മുതൽ ഇതുവരെ നീ മിണ്ടാതിരുന്ന ചിപ്പം നിന്നെ ആദ്യം 3 പാട്ട് പാടി, അത് കഴിഞ്ഞ് സാക്ഷി, ഇതെല്ലാം കഴിഞ്ഞ് അന്നേരം ഒന്നും ഇവന് സന്തോഷമില്ല. എഴുന്നേറ്റപ്പോള ഇവനെ അങ്ങ് ഭയങ്കര സന്തോഷമാ. ഒരു കാര്യം പറയാം, അതെല്ലാം ക്രമം വേണ്ടേ? ജീവിതത്തിൽ ചിട്ടയുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ രക്ഷപ്പെടും. ഓർഡർ ഉണ്ടായിരിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. പ്രസംഗം തീർന്നിട്ടല്ല, ഗുണപ്പെടാനാന്ന ഇത് പോരെ. ഇനി പോയിന്റ് വേണോ? വേണേ തരാം. മതി, ഗുണമാകാനാന്ന ഇത് മതി. പക്ഷെ അടുത്ത പോയിന്റ് കൂടെ തന്നാലേ ഞങ്ങൾ ശരിയാവുള്ളൂ. അങ്ങനെ നിർബന്ധമില്ലല്ലോ. മതി, ഇത് മതി. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്തിക്കൂ. ഈ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ 3ാമത്തെ കാര്യം, 1 വേർപാട് പാലിച്ചു, 2 ഡിസിപ്ലിൻ, 3 വായിച്ച മോളെ 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗം വായിക്കണം.
കാട്ടുപോത്തിന് തുല്യമായ ബലവനുണ്ട്. കാട്ടുപോത്തിന് തുല്യ ബലമുള്ളത് കൊണ്ട് ആവിചാരം പറ്റുകയില്ല. ഈ കാട്ടുപോത്തിന് തുല്യ ബലം ആത്മാവിന്റെ ബലമാണ്. നീ പരിശുദ്ധാത്മ നിറവിൽ ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചാൽ ഒരു ആവിചാരവും നിന്നെ പറ്റുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെട്ടാൽ, ആത്മാവിൽ ആരാധിച്ചാൽ, ആത്മാവിൽ ശക്തിപ്പെട്ടാൽ ഒരാവിചാരവും നിന്നെ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിച്ചിരിക്കണം. എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. സെക്രട്ടറി ആണെങ്കിൽ അഭിഷേകം പ്രാപിക്കണം, അല്ലേ പരിപാടി നിർത്തി വെച്ച് വീട്ടിൽ പോകണം. കാശുണ്ടെന്ന ട്രഷാർ നീ ഇങ്ങനെ കഴുകിയിരിക്കുമ്പോൾ ഇരിക്കുക, ഓത്ര കാഴ്ചപാത്രം നോക്കി ആശീർവാദം കഴിയും ചാടി വീടുക. എന്നിട്ട് ആ മേശയുടെ അടി പോയി രണ്ടെണ്ണം കൂടെ പമ്മി കുശ് കുശ്. നല്ലതാ, അതിനും ആള് വേണം. പക്ഷെ നീ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. അഭിഷേകം വേണം. കമ്മിറ്റി സഭാ കമ്മിറ്റി അഭിഷേകം ഉണ്ടായിരിക്കണല്ലേ, പരിപാടി നിർത്തണം. ഇപ്പൊ നിങ്ങൾ പറയാ കുമ്പനാട്ടുള്ള എല്ലാവരും അഭിഷേകം പ്രാപിച്ചാണോ എന്ന്? അതാ ഇപ്പൊ ഹൃദയത്തിൽ വന്നത്. നീ ഇപ്പൊ കുമ്പനാട്ടുകാരി ഒന്നും ഗുണപ്പാക്കണ്ട, നീ അങ്ങ് ഗുണവാക. ക്രിസ്തുവിന്റെ ന്യായാസന മുമ്പാകെ ചെല്ലുമ്പോ കുമ്പനാട്ടുകാരെ വരാനാന്ന് പറയുന്നേ. എടാ അവനവൻ നിൽക്കുക, ഞാനാ കണക്ക് കൊടുക്കേണ്ടത്. അവനവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയലാകിലും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുക, ഈ കുമ്പളന്താന സഭയിലുള്ള സകലരും അഭിഷേകം പ്രാപിച്ചിരിക്കണം. ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കണം. ആത്മശക്തിയിൽ ദൈവത്തെ ആരാധിക്കണം. നീ ആത്മാവിൽ ബലപ്പെട്ടാൽ, ആത്മാവിൽ ആരാധിച്ചാൽ ഒരാവിചാരവും നിന്നെ പറ്റുകയില്ല. ഹല്ലേലൂയ. അതിനെപ്പറ്റി നിന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം. മഴക്കാലിൽ സിംഹം തന്നെ കാട്ടുപോത്തിനെ കഴിഞ്ഞാൽ കരക്ക് എറിയും, അത്രയ്ക്ക് ബലമാണ്. പരുവക്കേടിൽ സിംഹമാ രാജാവാന്ന് പറഞ്ഞാൽ അടിക്കുന്നതിനെ ദൂരോട്ട് കളയും. അതാ കാട്ടുപോത്തിന്റെ ബലം. ദൈവകൃപയുള്ള ഒരു ദൈവ പൈതലിന്റെ ബലം അതാ കാട്ടുപോത്തിന് തുല്യ ബലം. ഒരു ശക്തി നിന്നെ തൊടുകയില്ല. ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, പറഞ്ഞു നിർത്താം. വായിക്കണ്ട. 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചെന്നാണ് ഇവരെ പറ്റി എഴുതിയേക്കുന്നത്. 21:4 ക്ഷീണിച്ചു. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കട വഴിയായിട്ട് യാത്ര പുറത്തു വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് അവരെ ക്ഷീണിച്ചെന്നാ. ഈ ക്ഷീണിച്ചവരെ പറ്റി ആ 23-ന്റെ 22 പറഞ്ഞ കാട്ടുപോത്തിന് തുല്യ. അപ്പൊ 21-ൽ ക്ഷീണിച്ചവർ 23-ൽ ബലപ്പെട്ടു. മനുഷ്യരാ, ചിലപ്പോൾ ക്ഷീണം വരാം. നമ്മളെല്ലാം മനുഷ്യരാ, ഈ ഭൂമിയിലാ ജീവിക്കുന്നത്, ഈ സമൂഹത്തിലാ, ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പല വിഷയവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാ. അപ്പൊ ക്ഷീണം വരാം, വരികയല്ലേ? വരും, മനുഷ്യനാ. ഏലിയാവ് ക്ഷീണിച്ചില്ലേ? യോടി ക്ഷീണിക്കുക മാത്രമല്ല, പുള്ളി ജാകാനോടുകയായിരുന്നു. ക്ഷീണിക്കുകയാണെ പിന്നെ ഒരു തള്ള ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് അയാൾ പറഞ്ഞു, എനിക്ക് ശുശ്രൂഷയൊന്നും വേണ്ട, ഒത്തിരിയും ചെയ്തു. സ്തോത്രം. 17-ാം അധ്യായത്തിന്റെ 13-ൽ ശൂന്യങ്കാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ടെന്ന്. ആ പുള്ളി ഇസബേൽ പറഞ്ഞപ്പോൾ പേടിച്ചു ഓടിയത്. അപ്പൊ മനുഷ്യന്റെ പ്രകൃതി ഇതാ, ക്ഷീണിക്കും. ഓരോരുത്തർ ഓരോ നിലയിലാണ് ക്ഷീണിക്കുന്നത്. ചിലര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ക്ഷീണം വരാം. ചിലര് കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിന്ന് വരാതെ ഇടഞ്ഞു നിൽക്കുമ്പോൾ ചിലർ ക്ഷീണിച്ചെന്ന് വരാം. ചിലര് കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയില്ലെങ്കിൽ ചിലര് ക്ഷീണിച്ചെന്ന് വരാം. ഭർത്താവിൽ നിന്ന് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള പ്രതികരണവും സമീപനവും സംസർഗവും ലഭിക്കാതെ വരുമ്പോൾ ചില സഹോദരിമാരെ ക്ഷീണിച്ചെന്ന് വരാം. ഭാര്യയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമീപനവും സഹകരണവും കൂട്ടായ്മയും ശുശ്രൂഷകളും ലഭിക്കാതെ വരുമ്പോൾ സഹോദരന്മാരും ചിലർ ക്ഷീണിച്ചെന്ന് വരാം. കർത്താവിൻ്റെ വേലക്കാരോട് പറയാം, വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് നല്ല സമീപനവും സഹകരണവും ലഭിച്ചില്ലെങ്കിൽ ഉപദേശിമാരും ചിലപ്പോൾ ക്ഷീണിച്ചെന്ന് വരാം. ഇനി വിശ്വാസികൾ സഭയിൽ ചെല്ലുമ്പോൾ നല്ലൊരു ആരാധനയും വചന ശുശ്രൂഷ ഇല്ലെങ്കിൽ നിങ്ങളും ക്ഷീണിച്ചെന്ന് വരാം. അങ്ങനെ ക്ഷീണിക്കാം, പല വിഷയങ്ങളാണ്. ആക്ഷേപങ്ങളും അപമാനങ്ങളും കേൾക്കുമ്പോൾ ചിലർ ക്ഷീണിച്ചെന്ന് വരാം. എല്ലാവർക്കും ഒരേ കരുത്തല്ലല്ലോ. പക്ഷേ അങ്ങനെ ക്ഷീണിച്ച് നീ അധപ്പതിച്ചു പോകരുത്. നിന്റെ ക്ഷീണം മാറ്റി നീ ബലപ്പെടണം. 21-ൽ ക്ഷീണിച്ചവർ 23-ൽ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി.
ആ ബലമുണ്ടായത് എങ്ങനെയാന്ന് വിശദീകരിക്കേണ്ടതാ. പക്ഷെ പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം, വായിക്കണ്ട. 21 ക്ഷീണിക്കാൻ കാര്യവര് മന്നയ്ക്കെതിരെ വെറുപെടുത്തപ്പോൾ തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല. മന്ന ക്രിസ്തുവിന് നടല. മന്നയ്ക്കെതിരെ വെറുപെടുത്തപ്പോൾ തമ്പുരാൻ അഗ്നിസർപ്പത്തെ അയച്ചു. പാമ്പ് വന്ന് ഇവനെ എല്ലാം കടിച്ചു. പാമ്പിന്റെ കടിയേറ്റ് ഇവനെല്ലാം ചിലത് ചത്തു, ചിലത് കടി കൊണ്ട് ഓടി, ചിലത് കടി കിട്ടാതിരിക്കാൻ ഓടി. 4 വശവും ചെതറി. ആ ചെതറിയവരോട് അവസാനം തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഇവരെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടാൻ പറഞ്ഞു. ബേരിൽ 21:16 കിടപ്പുണ്ട്. പിന്നെ അവരെ ബേരിലോട്ട് കൊണ്ടുവന്നു. യഹോവ മോശയോട് പറഞ്ഞു, ജനത്തെ ഒന്നിച്ച് കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. അപ്പോൾ അവർ പാടി, കിണർ പൊങ്ങി വാ, കിണറെ പൊങ്ങി വാ, അതിന് പാടുവിൻ. പ്രഭുക്കന്മാർ കുടിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ട് കൊണ്ട് കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. ഒറ്റ വാക്കി പറഞ്ഞ് കിണറ്റിൻകര വന്ന് പാട്ട് പാടി. കിണറ് പൊങ്ങി വരാൻ എന്ന്. കിണർ പൊങ്ങിയാൻ പറഞ്ഞ വെള്ളം പൊങ്ങി വരണം. അതിനകത്ത് അടി വെള്ളം കിടപ്പുണ്ട്, ഇതിനടി വെള്ളം കിടപ്പുണ്ട്. ആ വെള്ളം പൊങ്ങി വരണം, ഈ വെള്ളം കുടിക്കണം. അത് ചുമ്മാ ഇങ്ങനെ തൂത്താലൊന്നും കിണർ പൊങ്ങി വരികയല്ല, നന്നായിട്ട് ഉണർന്ന് പാടണം. അവര് പാട്ട് പാടി ബലപ്പെട്ടപ്പോൾ ആഴത്തിൽ കിടന്ന ഈ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം ഇവര് പാനം ചെയ്തു. അന്നേരം കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. ആ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള ദൈവമക്കൾക്ക് ആവിചാരം പറ്റത്തില്ല. നീ ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചാൽ ഒരു ശക്തി നിന്നെ തൊടുകയില്ല. ഒരു ദോഷവും നിന്റെ കുടുംബത്തിനും വരത്തില്ല. നിന്റെ സന്തതിക്കും ഒരു ദോഷം വരികയില്ല. നിനക്ക് ഒരു അപകടവും വരികയില്ല. ദൈവം നിന്നെ സംരക്ഷിക്കും. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് സന്ധ്യയിൽ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. വാത്സല്യ പ്രിയ മകൻ മനോജിനെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കർത്തൃദാസനെയും മറ്റ് ബഹുമാന്യ കർത്തൃദാസനെയും പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. മൊത്തം പാട്ട് പാടാൻ നേരമില്ല. 4 ലൈൻ പാടി നമുക്ക് അങ്ങ് പിരിയുന്നതായിരിക്കും നല്ലത്. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും ആമേൻ. ആത്മാവിൻ ശക്തിയോടെ ആത്മാ ഓ ആത്മദായക നിരന്തര എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തര ഓ എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങ് എല്ലാം പുകഴ്ചയ്ക്കും ഓ തീർന്നേ